ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ചാനലിൽ പോയിട്ട് STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. പുറത്തു നിന്നുള്ളൊരു പാസേജ് തന്നിട്ടുണ്ട്. ആദ്യം അത് വായിച്ചു നോക്കാം. ചരിത്രം അറിയാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി എല്ലാവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല, പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ്. ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. നിലത്തിലും മലഞ്ചരിവുകളിലും നീ കാണുന്ന ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ചെറിയ ഏടുകളായിരിക്കാം. അത് വായിക്കാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്ന് ചില സംഗതികൾ ഗ്രഹിക്കുവാനും സാധിച്ചേക്കും. ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം. അതുപോലെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണ് അതിൽ നിന്ന് ഉള്ള ഭാഗമാണ് കേട്ടോ. ഇതുമായി ബേസ് ചെയ്ത 5 ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ചോദ്യം എ, ചരിത്രം അറിയാനുള്ള ശരിയായ വഴി ഏതാണ്? പ്രകൃതിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, മുതിർന്നവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പഠിക്കുക, ചരിത്രം പഠിക്കുക. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ്. ചോദ്യം ബി, ശിലകളിൽ നിന്നും മലകളിൽ നിന്നും പഠിച്ചു തുടങ്ങുന്നത് എന്താണ്? ഭൂമിശാസ്ത്രം, ഭൂമിയുടെ ആദിമ കഥ, ആദിമ നിവാസികളെ കുറിച്ച് പ്രകൃതിയുടെ കഥ. ഭൂമിയുടെ ആദിമ കഥയാണ്. ചോദ്യം സി, അത് വായിക്കാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചേക്കും. എന്താണ് അത്? പുസ്തകങ്ങൾ, പ്രകൃതി, കല്ലുകൾ, പ്രകൃതി ഭാഷ. ഉത്തരം കല്ലുകളാണ്. ചോദ്യം ഡി, പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കുന്നത് എന്തിനാണ്? പ്രകൃതി ചരിത്രം വായിക്കുന്നതിന്, ചരിത്രം വായിക്കുന്നതിന്, നല്ല വിദ്യാഭ്യാസത്തിന്, പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്. പ്രകൃതി ചരിത്രം വായിക്കുന്നതിനാണ്. പ്രവർത്തനം 2, പ്രസംഗം. 2018-19 വർഷങ്ങളിലെ പ്രളയങ്ങൾ നമ്മെ പഠിപ്പിച്ച പാഠങ്ങളിൽ ഒന്ന് പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ലഘുപ്രസംഗം തയ്യാറാക്കുക. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, സമാനതകളില്ലാത്ത പ്രളയ ദുരന്തങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം 2018-19 വർഷങ്ങളിൽ കടന്നുപോയത്. തകർന്നു വീണ വീടുകൾ, നാമാവശേഷമായ കൃഷികൾ, മലവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിപ്പോയ മലകൾ, വഴിമാറി ഒഴുകിയ നദികൾ, ഒരു നിലവിളി പോലും അവശേഷിപ്പിക്കാതെ മണ്ണിനടിയിലായിപ്പോയ ജീവനുകൾ, ഒരു പിടി സ്വപ്നങ്ങൾ. ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. നാം എങ്ങനെയാണ് നമ്മുടെ അമ്മയായ ഭൂമിയോട്, പ്രകൃതിയോട് ഇടപെടുന്നത്? എന്തും വലിച്ചെറിയാനുള്ള ഒരിടം മാത്രമല്ലേ നമ്മുടെ ഈ മണ്ണ്. ഒരു രാക്ഷസനെ പോലെ മണ്ണുമാന്തി യന്ത്രം നമ്മുടെ മലകൾ ഇടിച്ചിടുന്നതും മണ്ണ് കോരിയെടുത്ത് വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതും നാം കൗതുകത്തോടെ നോക്കി നിൽക്കാറില്ലേ? വികസനത്തിന്റെ പേരിൽ എത്ര മലകളാണ് നമ്മൾ ഇല്ലാതാക്കിയത്? എത്രയെത്ര കാടുകൾ, എത്രയെത്ര ജലാശയങ്ങൾ, എത്രയെത്ര ജീവജാലങ്ങൾ ഇതിനോടകം ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. നമ്മുടെ പൂർവികർ പ്രകൃതിയെ സ്നേഹിച്ചിരുന്നു. അവർക്ക് ഭൂമി അമ്മയായിരുന്നു. ചവിട്ടി നടക്കുന്ന മണ്ണ് പവിത്രമായ ഒന്നായിരുന്നു. നമുക്കും അങ്ങനെ തന്നെ ആവണം. പ്രകൃതി നശിച്ചാൽ അതോടെ ഈ ഭൂമുഖത്ത് ജീവനും ഇല്ലാതാകും. പ്രകൃതിയെ നശിപ്പിച്ചോ കീഴടക്കിയോ നമുക്കൊന്നും നേടാനാവില്ല. നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളുടെ ഫലമാണ് കൊടും ചൂടായും മലവെള്ളപ്പാച്ചിലായും പലതരം രോഗങ്ങളായും നാം ഇന്ന് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാം. പ്രകൃതിയെ ഇനിയും നോവിക്കില്ല എന്ന് തീരുമാനമെടുക്കാം. പ്രകൃതിയെ സ്നേഹിച്ച് സംരക്ഷിച്ചു വളരുന്ന ഒരു തലമുറയിലെ കണ്ണികളായി നമുക്ക് മാറാം. നന്ദി, നമസ്കാരം. പ്രവർത്തനം 3, കത്ത്. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റ ട്യൂൺബർഗ് നടത്തിയ സമരത്തെക്കുറിച്ച് പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. കത്തെഴുതുമ്പോൾ സ്ഥലവും തീയതിയും എഴുതണം. പ്രിയപ്പെട്ട ശ്രുതി, പരിസ്ഥിതിക്ക് വേണ്ടി ഗ്രേറ്റ എന്ന പെൺകുട്ടി നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മുടെ ചുറ്റുപാടും പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. വഴിയരികിലായി സിഗരറ്റിന്റെയും മിഠായിയുടെയും പാക്കറ്റ്, ഭക്ഷണ സാധനങ്ങളുടെ കവറുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് പേനകൾ, ചാക്കുകൾ, ഇതെല്ലാം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണാം. പ്ലാസ്റ്റിക് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും ഇപ്പോഴും ആളുകൾ അത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരുമല്ല. ഒരു മഴ കഴിയുന്നതോടെ ഈ പ്ലാസ്റ്റിക്കുകളിൽ കുറെ ഒഴുകി നദികളിൽ ചെല്ലും. കുറെ പലയിടങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന് ഓരോരുത്തരും തീരുമാനമെടുത്താൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണിത്. നമുക്കും ആകുന്ന രീതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടലുകൾ നടത്തണം.
ഒറ്റയ്ക്കും കൂട്ടായും നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഗ്രേറ്റയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവ്വം, മനീഷ. പ്രവർത്തനം 4. നിവേദനം. തുടർച്ചയായുണ്ടായ വെള്ളപ്പൊക്കം ഒട്ടേറെ ജീവനുകളാണ് അപഹരിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓരോ പ്രകൃതി ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന പ്രകൃതി ദ്രോഹപരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിവേദനം തയ്യാറാക്കുക. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുമ്പാകെ താന്നിപ്പുഴ പഞ്ചായത്ത് നിവാസികൾ സമർപ്പിക്കുന്ന നിവേദനം. എന്നിട്ട് വിഷയം എഴുതുക. വിഷയം പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച്. സർ, താന്നിപ്പുഴ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ അനധികൃതമായി പാറ പൊട്ടിക്കുന്ന വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തദ്ദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറച്ചുകാലമായി നിർത്തിവച്ചിരുന്ന പാറ പൊട്ടിക്കൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളൽ, കുടിവെള്ളക്ഷാമം, പൊടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ഈ വിഷയം പരിഹരിക്കുന്നതിന് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വസ്തയോടെ രാധാകൃഷ്ണൻ, പൗരസമിതി പ്രസിഡന്റ്, താന്നിപ്പുഴ പഞ്ചായത്ത്. പ്രവർത്തനം 5-ൽ എ. ഡയറിക്കുറിപ്പ്. പ്രളയം കവർന്ന ഓണക്കാലത്തെ ഓർമ്മകൾ വിവരിക്കുകയാണ് ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിത. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഓണത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. മലയാളിയുടെ മനസ്സിൽ എന്നും മായാത്തൊരു വർണ്ണ ചിത്രമാണ് ഓണം. ഐതിഹ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്റെ അടയാളം കൂടിയാണത്. മഴ മാറി നിൽക്കുന്ന തെളിഞ്ഞ ആകാശവും തുമ്പിയും പൂമ്പാറ്റകളും നൃത്തം ചെയ്യുന്ന തൊടികളും ഓണക്കാലത്തിന്റെ വരവറിയിക്കുന്നു. ഓണം എന്നാൽ ഒരു കൂട്ടം നല്ല ഓർമ്മകളുടെ സമാഹാരമാണ്. അതിരാവിലെ എഴുന്നേറ്റ് തൊടികളിൽ നിന്ന് തുമ്പപ്പൂവും മുക്കൊറ്റിയും പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് ചാണകം മെഴുകിയിടുന്ന പൂക്കളങ്ങൾ ഇന്നും ഗൃഹാതുരമായൊരു കാഴ്ചയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് വാഴയിലയിൽ വിളമ്പുന്ന വിഭവസമൃദ്ധമായ സദ്യയും അതിൻ്റെ മധുരമൂറുന്ന അടപ്രഥമനും ഓണത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. കൂട്ടുകാരോടൊപ്പമുള്ള ഊഞ്ഞാലാട്ടവും നാടൻ കളിചിരികളും വള്ളം കളിയുടെ ആവേശവുമെല്ലാം മലയാളിയുടെ മനസ്സിൽ വറ്റാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹത്തായ സന്ദേശമാണ് ഓരോ ഓണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എത്ര ദൂരത്താണെങ്കിലും മലയാളിയെ തൻ്റെ മണ്ണിലേക്കും വേരുകളിലേക്കും തിരികെ വിളിക്കുന്ന ഒരു വൈകാരികമായ ഒത്തുചേരൽ കൂടിയാണ് ഈ ഉത്സവം. ഇതിലെ തന്നെ ബി ചോദ്യം. വട്ടത്തിൽ കൈകോർത്ത് പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു. ഈ വരികളുടെ ആശയവുമായി യോജിക്കുന്നത് വർഷകാലത്തെ തകർത്തു പെയ്യുന്ന മഴ, ഓണക്കാലത്തെ കൈകൊട്ടിക്കളി, എല്ലാം ഒഴുകിക്കൊണ്ടുപോയ പ്രളയം, പുഴയോരത്തുള്ള വീടും മുറ്റവും എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയ പ്രളയമാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിലെ ചോദ്യം സി. പരിശ്രമത്തിലൂടെ ഏത് പ്രയാസമേറിയ ജോലിയും നിസ്സാരമായി പൂർത്തിയാക്കാൻ കഴിയും. ഈ ആശയം വരുന്ന ചൊല്ല് ഏത്? ആനവായിൽ അമ്പഴങ്ങ, നിത്യാഭ്യാസി ആനയെ എടുക്കും, കതിരിന്മേൽ വളം വെക്കുക, ചുട്ടയിലെ ശീലം ചുടല വരെ. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നതാണ് ഇതിന് യോജിച്ച പഴഞ്ചൊല്ല്. പ്രവർത്തനം 6. വിശകലനക്കുറിപ്പ്. ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല, ഒക്കെ പൊറുക്കണേ കാക്കപ്പൂവേ, തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ. മുകളിൽ നൽകിയ ഒന്നല്ലൊരു കൂടി മാവേലിമാർ എന്ന കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിന്റെ വെള്ളപ്പൊക്ക കാലത്തെ അനുഭവങ്ങൾ ചേർത്ത് ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച കവിതയാണ് ഒന്നല്ലൊരു കൂടി മാവേലിമാർ. ഈ പ്രളയ ദുരിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ ചിലരുടെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പല ജീവജാലങ്ങളുടെയും ജീവൻ പ്രളയമെടുത്തു. ഈ സമയത്ത് ചിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണ് ആ ദുഃഖ സമയത്തെക്കുറിച്ച് കവി പറയുന്നത്. തിരുവോണം വരുന്ന നേരമാണ്. പൂക്കളായ കാക്കപ്പൂവും തുമ്പപ്പൂവും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ നേരത്ത് തിരുവോണം ആഘോഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നും പറയുന്നു. പ്രളയം ദുരിതം വിതച്ച ഓണക്കാലത്ത് മലയാളികളെല്ലാം മറന്ന് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അവരെ ദുരിതത്തിൽ നിന്നും കരകയറ്റുന്ന പ്രവർത്തനം നടന്നതിനാൽ പലരും പൂക്കളങ്ങൾ ഇടാൻ മറന്നുപോയിരുന്നു. അതുകൊണ്ടാണ് ഓണപ്പൂക്കളോട് കവി ക്ഷമ ചോദിക്കുന്നത്. പ്രവർത്തനം 7. പത്രവാർത്ത. ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടി നടത്തിയ പോരാട്ടമാണ് ഭൂമിക്ക് വേണ്ടി. പ്രകൃതിക്ക് വേണ്ടി നിങ്ങളുടെ സ്കൂളിൽ നടന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ വാർത്ത തയ്യാറാക്കുക. പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കണം. പിന്നെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ വാർത്ത നടക്കുന്നത് ആ സ്ഥലം എഴുതണം. എന്നിട്ട് അതിന് ശേഷമാണ് എന്ത് എഴുതേണ്ടത്, കാര്യങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. തിരുവാർപ്പ്. തിരുവാർപ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സഹകരണത്തോടെ കുട്ടികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് വൃക്ഷത്തൈകൾ നട്ടത്. ഓരോ വൃക്ഷത്തൈയുടെയും സംരക്ഷണം കുട്ടികളുടെ ഗ്രൂപ്പുകളെ ഏൽപ്പിച്ചു. തൈകളുടെ പരിപാലനം അതത് ഗ്രൂപ്പുകൾക്കായിരിക്കുമെന്ന് ഹെഡ്മാസ്റ്റർ ഓർമ്മപ്പെടുത്തി. പ്രവർത്തനം 8. സംഭാഷണം. എരിതീയിലുയിരോടെ എന്ന കഥയിൽ ഉറുമ്പുകളും കഴുകനും സൈക്കയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്നത് കണ്ടല്ലോ. തുടർന്ന് സൈക്കെ ഉറുമ്പുകളുടെ രാജാവിനോടും കഴുകനോടും സംസാരിക്കുന്നു എന്ന് കരുതൂ. അവരുടെ സംഭാഷണം സങ്കല്പിച്ചെഴുതുക.
സൈക്കെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കൊരിക്കലും ആഫ്രോഡിറ്റി ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല. ഉറുമ്പുകളുടെ രാജാവ്, നിന്റെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ വന്നത്. സൈക്കെ, ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ധാന്യമണികൾ വേർതിരിച്ചു. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അത് സാധ്യമാകുമായിരുന്നില്ല. ഉറുമ്പുകളുടെ രാജാവ്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ ചെയ്തു. സൈക്കെ, കഴുകനോടും എനിക്ക് നന്ദിയുണ്ട്. എനിക്കൊരിക്കലും നദിയുടെ ഉറവിടത്തിനടുത്തെത്താൻ കഴിയുമായിരുന്നില്ല. കഴുകൻ, നിന്റെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ നിന്നെ സഹായിക്കണമെന്ന് തോന്നി. എനിക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണത്. സൈക്കെ, എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളെ ഒരു നാളും ഞാൻ മറക്കില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാട്ടോ ഈ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുന്നത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ട്, ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്